വിശ്വാസികളെ നമസ്കാരം. UDF ക്യാമ്പിൽ ആവേശം പകർന്ന് AK ആന്റണി കേരളത്തിലെത്തി. ഭരണ തുടർച്ചയ്ക്ക് UDFന് സഹായം നൽകുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിധിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്നത്തെ നാട്ടുവോട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് AK ആന്റണി. BJP SNDP സഖ്യം തെരഞ്ഞെടുപ്പിൽ ചലനമുണ്ടാക്കില്ല എന്നും ആന്റണി. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ BJP കോൺഗ്രസ് സഖ്യമെന്ന് R ബാലകൃഷ്ണപിള്ള. കാസർഗോഡ് പുത്തികയിൽ കോൺഗ്രസ് ലീഗ് BJP സഖ്യമെന്ന ആരോപണം. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടെന്ന് LDF. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാതെ CPM ഒറ്റയ്ക്ക്. സ്വതന്ത്രരടക്കം എല്ലാ സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികൾ. CPMനെ നേരിടാൻ UDF ഒറ്റക്കെട്ട്. കൊല്ലം കോർപ്പറേഷൻ പിടിക്കാൻ അഭിമാന പോരാട്ടം. RSPയുടെ മുന്നണി മാറ്റം നിർണായകം. വടക്കാഞ്ചേരിയിൽ ആദ്യ ഭരണം പിടിക്കാൻ ശക്തമായ പോരാട്ടം. ആദ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഇന്ന് ഇങ്ങനെയിൽ അബ്ദുൾ മനാസ്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 6 ദിവസം കൂടി. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളുമായി നേതാക്കൾ സജീവമാണ്. AK ആന്റണിയുടെ സാന്നിധ്യമാണ് ഇന്നത്തെ പ്രത്യേകത. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് AK ആന്റണി അവകാശപ്പെടുന്നു. ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണെന്നും അത് കഴിയുന്നതോടെ BJP പുറത്താകുമെന്നും ആന്റണി പറയുന്നു. LDFും UDFും തമ്മിലാണ് ഫൈനൽ പോരാട്ടം. സെമി ഫൈനൽ കഴിഞ്ഞാൽ BJP അടക്കമുള്ള കക്ഷികൾ ഔട്ടാവും. ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത് UDFും LDFും തമ്മിലാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഉമ്മൻചാണ്ടിയുടെ ഇടതുകരണത്തടിക്കുമെന്നായിരുന്നു VSന്റെ ഇന്നത്തെ കമന്റ്. വലതുകരണത്ത് കോടതിയുടെ അടി നേരത്തെ കിട്ടിയതാണെന്നും VS പറഞ്ഞു. ഒരു കരണം ബാക്കി നിൽക്കുകയാണ്. ആ കേരളത്തിരിക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ ഉമ്മൻചാണ്ടി ഇന്ന് മതമേലധ്യക്ഷന്മാരെയും മറ്റും കാണുന്ന തിരക്കിലായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ബിഷപ്പുമാരെയും മലപ്പുറത്ത് പാണക്കാട് തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ജനകീയ സംവാദവും സംഘടിപ്പിച്ചു. വിഭാഗീയത വളർത്താനുള്ള BJPയുടെ ശ്രമങ്ങളെ കേരളം ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. വിഭാഗീയത വളർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളോട് ഒരു വിധത്തിലും യോജിക്കാൻ നമുക്ക് സാധ്യമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ നയിക്കുമെന്ന C ദിവാകരന്റെ പ്രസ്താവനയ്ക്ക് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മറുപടി നൽകി. LDFിൽ മുഖ്യമന്ത്രിയാൻ യോഗ്യതയുള്ള ഒരുപിടി നേതാക്കളുണ്ടെന്ന് കാനം പറഞ്ഞു. LDFനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏത് സ്ഥാനത്തേക്കും വരാൻ ആവശ്യത്തിലധികം ജനപ്രതിനിധികളുള്ള ഒരു മുന്നണിയാണ് LDF. ഇടതുപക്ഷം മുസ്ലിം ലീഗുമായി കൂട്ടിച്ചേർന്നാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് INL. വലതുപക്ഷ പാർട്ടിയായ മുസ്ലിം ലീഗിനെ ഒപ്പം ചേർത്താൽ കേരള സമൂഹത്തിൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ് മീഡിയ വണ്ണോട് പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു നിലപാടുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും. ഇത്രയുമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ. പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ജില്ലകളിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ വിശകലനം ചെയ്യാൻ പാലക്കാട് ബ്യൂറോയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയായ രാജീവ് ശങ്കരനും തൃശൂർ ജില്ലയെക്കുറിച്ചുള്ള വിശകലനവുമായി രാജീവ് രാമചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം രാജീവ് ശങ്കറിലേക്ക്. രാജീവ്, പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടവ? ഏത് പ്രാദേശിക വിഷയങ്ങൾ പരിഗണിച്ചാണ് അവിടുത്തെ വോട്ടർമാർ വോട്ട് ചെയ്യുക? സനീഷ്, പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ജില്ല ആയ പാലക്കാട് ഏറ്റവും പ്രധാനം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന പ്രാദേശിക വിഷയം. നെല്ലിൻ്റെ സംഭരണം കൃത്യസമയത്ത് നടക്കാത്തത്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നയങ്ങൾ, ഈ മേഖലയിൽ ഉണ്ടാക്കിയ തിരിച്ചടി, ഇതൊക്കെ സജീവ പ്രചാരണ വിഷയമാക്കി നിലനിർത്താൻ ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട്.
സംഭരണ വില ഇപ്പോൾ ഉൽപ്പാദന ചെലവിന് ആനുപാതികമായ വിലയല്ല സംഭരണ വിലയായി ലഭിക്കുന്നത്. അത് കർഷകർക്ക് നഷ്ടമുണ്ടാക്കുന്നു. കർഷകർക്ക് നഷ്ടമുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടത്ര കൂലി ലഭിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരണ രംഗത്ത് കൊണ്ടുവരാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ UDF ഇതിന് കൃത്യമായ മറുപടിയുമായി രംഗത്തുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭരണ വില ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21 രൂപ 50 പൈസ കിലോയ്ക്ക് നെല്ലിന് സംഭരണ വിലയായി നൽകുന്നുണ്ട്. ഇത് കർഷകർക്ക് ഉൽപാദന ചെലവുമായി തട്ടിച്ചു നോക്കിയാൽ ഏറെക്കുറെ ലാഭകരമായ വിലയാണ് എന്ന വാദം UDF ശക്തമായി തന്നെ പ്രചാരണ രംഗത്ത് ഉന്നയിക്കുന്നുണ്ട്. കർഷകരും കർഷക തൊഴിലാളികളും ഏറെയുള്ള ജില്ല എന്ന നിലയ്ക്ക് ഈ വാദങ്ങൾ അല്ലെങ്കിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അതിനൊപ്പം പ്രധാനമായ മറ്റൊരു മേഖല തോട്ടം മേഖലയാണ്. നെല്ലിയാമ്പതിയിൽ മൂന്നാറിലൊക്കെ സമരമുണ്ടായതിന് തൊട്ടുപിറകെ നെല്ലിയാമ്പതിയിൽ ശക്തമായ പ്രതിഷേധം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു. എന്നാൽ സർക്കാർ ഇടപെട്ട് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഒത്തുതീർപ്പ് തൊഴിലാളികൾക്ക് വേണ്ട കൂലി വർധന ലഭിച്ചിട്ടില്ല എന്ന ആരോപണം ശക്തമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. നെല്ലിയാമ്പതിയിൽ മാത്രമല്ല, അട്ടപ്പാടി മേഖലയിലും മണ്ണാർക്കാടും ഒക്കെ തോട്ടങ്ങളുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്. ഇവിടെയൊക്കെ ഈ വക വിഷയങ്ങൾ പ്രചാരണ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇടതുമുന്നണിയും എന്നാൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ സ്വീകരിച്ച നയനിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് UDFും ശക്തമായ പ്രചാരണ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. ദേശീയ സംസ്ഥാന വിഷയങ്ങൾക്കൊപ്പം അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കൂടി ഊന്നൽ നൽകാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പാലക്കാട് മുന്നണികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത. തിരിച്ചു വരാം രാജീവ് താങ്കളിലേക്ക്. രാജീവ് രാമേന്ദ്രനിലേക്ക്. രാജീവ്, ഈ പാലക്കാട്ട് എന്ന പോലെ തൃശ്ശൂരിലും ജനകീയമായ വിഷയങ്ങൾ ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനമായും ഉള്ളത്? ഏത് വിധത്തിലുള്ള കാര്യങ്ങളിൽ ഊന്നിയാണ് എല്ലാ മുന്നണികളും പ്രചാരണം നടത്തുന്നത്? സനീഷ്, ജനകീയ പ്രശ്നങ്ങൾക്കുപരിയായി സംസ്ഥാനത്തും ദേശീയ തലത്തിലും സംസ്ഥാനത്തുമുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് തൃശ്ശൂരിൽ കൂടുതലും പ്രചാരണത്തിന് ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് ഈ ഒരു ദിവസത്തെ തൃശ്ശൂർ ജില്ലയിലെ നമ്മൾ നടത്തിയ ഈ പര്യടനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ അതിരപ്പള്ളി പദ്ധതിക്കുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മുതൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ വരെ എല്ലാം ചർച്ചയാവുന്നുണ്ടെങ്കിലും പൊതുരാഷ്ട്രീയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇരു മുന്നണികളും BJPയും ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജാതി രാഷ്ട്രീയം ഇത്തവണ സജീവമായി ചർച്ചയാവുന്ന കാഴ്ചയാണ് ഇന്ന് ഈ ജില്ലയിലുടനീളം സഞ്ചരിച്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. സനീഷ്, എടുത്തു പറയേണ്ടുന്ന വസ്തുത SNDP എന്ന സംഘടനയെക്കുറിച്ചുള്ള ചർച്ച മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധത്തിൽ തൃശ്ശൂരിന്റെ ഓരോ മുക്കിലും മൂലയിലും നടക്കുന്നു എന്നത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. SNDP യോഗവും BJPയുമായി ചേർന്ന് ഉള്ള മുന്നണി കാര്യമായി ജില്ലയിലില്ലെങ്കിലും ഏതാനും പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്നുണ്ടെങ്കിലും SNDPയും SNDP സ്വീകരിച്ചിട്ടുള്ള പുതിയ രാഷ്ട്രീയ നിലപാടും സജീവമായ ചർച്ചാ വിഷയമാകുന്നുണ്ട്. സനീഷ്, തിരിച്ചു വരാം. രാജീവ് ശങ്കരൻ, ഇത്തരത്തിൽ സംസ്ഥാന തലത്തിലാകെയുള്ള പൊതുരാഷ്ട്രീയം, ബീഫ് വിഷയത്തിലടക്കമുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ, അവ എങ്ങനെയാണ് പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അനുഭവപ്പെടുന്നത്? പ്രത്യേകിച്ചും BJPക്ക് കുറച്ച് മുൻതൂക്കമുള്ള ഒരു ജില്ല എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടെ സജീവമാകുമല്ലോ. സനീഷ്, നിശ്ചയമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ വിഷയങ്ങൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വേദിയിലും ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇടതുമുന്നണി വളരെ ശക്തമായി തന്നെ BJP SNDP സഖ്യത്തെക്കുറിച്ച് പ്രചാരണ രംഗത്ത് ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. UDF ആകട്ടെ UDFിന്റെ നേതൃനിരയിൽ, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെ ഇക്കാര്യത്തിൽ കുറച്ചൊരു മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം UDFിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പ്രചാരണ രംഗത്ത് ഈ ആക്ഷേപം വലിയ തോതിൽ UDFിന്റെ പ്രകടനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു പാലക്കാട് ജില്ലയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മൾ സഞ്ചരിച്ച മേഖലയിലൊക്കെ UDFിന്റെ പ്രധാന പ്രചാരണ വിഷയം തന്നെ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് അല്ലെങ്കിൽ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് കോൺഗ്രസിന് വോട്ട് ചെയ്യുക, UDFിനെ ജയിപ്പിക്കുക എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഇന്ന് നമ്മൾ സഞ്ചരിച്ച മേഖലയിലൊക്കെ കാണാൻ സാധിച്ചത്. ഗോമാംസ അല്ലെങ്കിൽ ബീഫ് നിരോധം, അതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ,
അതിൽ LDFും UDFും എടുക്കുന്ന നിലപാടുകൾ, ഇതിനെ പ്രതിരോധിക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ വിഷയമായി തന്നെ വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് VM സുധീരൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, ഇവരൊക്കെ നാളെ മുതൽ ഈ ജില്ലയിൽ പര്യടനത്തിന് എത്തുകയാണ്. രാജീവ് രാമേന്ദ്രനിലേക്ക്. രാജീവ്, ഏത് വിധത്തിലാണ് BJP യുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലുള്ള ഈ ബീഫ് രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങൾ തൃശൂർ ജില്ലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? ഈ ബീഫ് രാഷ്ട്രീയ ദാദ്രി കൊലപാതകവും അതിനോടനുബന്ധിച്ച് വന്ന ബീഫുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വ്യവഹാരങ്ങളും ജില്ലയിൽ വളരെ സജീവമായി തന്നെ ഇടതുപക്ഷമാണ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പശ്ചിമ മേഖലയിൽ, തീരദേശ മേഖലയിൽ ഈ പ്രശ്നം ഉയർത്തിയാണ് CPM LDFും പ്രചാരണം നടത്തുന്നത് തന്നെ. ഈ ബീഫ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രശ്നത്തെ BJPയെ എതിർക്കാൻ, ഒപ്പം തന്നെ അതിനോട് മൃദു സമീപനം പുലർത്തുന്ന UDFനെയും എതിർക്കുക എന്ന മുദ്രാവാക്യമാണ് LDFും CPMും ഉയർത്തിക്കൊണ്ടുവരുന്നത്. BJPയോട് കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകുന്നില്ല എന്ന പ്രസംഗമാണ് നമ്മൾ ഇന്ന് ഈ തീരദേശ മേഖലയിൽ ഉടനീളം കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ജാതി ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്നും അതിനെ നേരിടാൻ ഇപ്പോഴുള്ള മാർഗങ്ങൾ മതിയാകാതെ വരുമെന്നും CPMന്റെ നേതാക്കൾ നമ്മളോട് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. രാജീവ് രാമേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നും, രാജീവ് ശങ്കരൻ പാലക്കാട്ട് നിന്നുമാണ് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ നൽകിയത്. മറ്റു തെരഞ്ഞെടുപ്പ് സ്റ്റോറികളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും നിർണായകമാണ്. 2010 തെരഞ്ഞെടുപ്പിൽ CPMലെ വിഭാഗീയതയാണ് LDF നേരിട്ട ഭീഷണിയെങ്കിൽ ഇത്തവണ 2 ഘടകകക്ഷികൾ മുന്നണി വിട്ടതാണ് ക്ഷീണമായത്. ഭരണത്തിന്റെ പിൻബലത്തിലും വിമതശല്യവും റിബൽ ഭീഷണിയുമാണ് UDFന്റെ പ്രധാന തലവേദന. CPM വിഭാഗീയത അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി കത്തിനിന്ന കാലത്തായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. CPMലെ ഈ വിഭാഗീയത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടാക്കിയ നഷ്ടക്കണക്കുകളും ചെറുതല്ല. ഒഞ്ചിയവും ഷൊർണൂർ നഗരസഭയുമടക്കം LDFന്റെ സ്വന്തം തട്ടകങ്ങൾ പലതും അവർക്ക് നഷ്ടമായി. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ CPMൽ മുൻപൊരിക്കലുമില്ലാത്ത വിധം ഐക്യം ശക്തമാണ്. SNDPയെ കൂട്ടുപിടിച്ച് BJP നടത്തുന്ന പുതിയ രാഷ്ട്രീയ പരീക്ഷണം തങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന ഭയം LDFനുണ്ട്. ഇതിനൊപ്പം ജനതാദളും RSPയും മുന്നണി വിട്ടതും LDF വോട്ടുകളെ കാര്യമായി തന്നെ ബാധിച്ചേക്കും. ഗ്രൂപ്പ് വൈര്യങ്ങളെല്ലാം മാറ്റിവെച്ചായിരുന്നു കോൺഗ്രസും UDFും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന്റെ ഗുണം അവർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ UDFിലും കോൺഗ്രസിലും ഭിന്നത അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. മലപ്പുറവും ഇടുക്കിയും അടക്കമുള്ള ജില്ലകളിൽ മുന്നണി സംവിധാനം തന്നെ തകർന്നടിഞ്ഞിരിക്കുന്നു. മിക്ക ജില്ലകളിലും റിബലുകൾ ഉണ്ടാക്കുന്ന തലവേദനയും കോൺഗ്രസിന് ചില്ലറയൊന്നുമല്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കരുതുന്ന ഈ രാഷ്ട്രീയ പരീക്ഷയിലെ വിജയം ഇരു മുന്നണികൾക്കും ഏറെ നിർണായകമാണ്. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം. നാട്ടുവോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ 86 മുനിസിപ്പാലിറ്റികളിൽ CPM ഒരിടത്ത് മാത്രം ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, പെരിന്തൽമണ്ണയിൽ. LDF ബാനറിൽ സ്വതന്ത്രരടക്കം മുഴുവൻ CPM സ്ഥാനാർത്ഥികൾ. മലപ്പുറം ജില്ലയിൽ മറ്റ് പലയിടത്തും കോൺഗ്രസും ലീഗും തമ്മിൽ അടിയാണെങ്കിലും പെരിന്തൽമണ്ണയിൽ UDF ഒറ്റക്കെട്ടാണ്. എന്നിട്ടും ഘടകകക്ഷികളെ CPM അടുപ്പിച്ചിട്ടില്ല. നാമനിർദ്ദേശ പത്രിക പോലും നൽകാൻ ആളില്ലാത്തത് മൂലം മത്സരത്തിന് മുമ്പേ പകുതി പേർ വിജയിച്ച കണ്ണൂരിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരു സീറ്റ് CPIക്ക് നൽകാൻ CPM തയ്യാറായിരുന്നു. പെരിന്തൽമണ്ണയിൽ പക്ഷേ അതില്ല. കഴിഞ്ഞ തവണയും ഇവിടെ CPIക്ക് സീറ്റുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഒരു സീറ്റ് NCPക്ക് നൽകിയിരുന്നു. അത് ഇത്തവണ തിരിച്ചെടുക്കുകയും ചെയ്തു. ഇവിടെ ഇടതുപക്ഷം എന്ന രൂപത്തിൽ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ചില സീറ്റുകളിലൊക്കെ അവരുമായി ആലോചിച്ചുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. INLുമായി ആലോചിച്ചിട്ടുണ്ട്, മറ്റ് ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അവരുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണ് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ NCPക്ക് ഒരു സീറ്റ് കൊടുത്തിരുന്നു. ഇത്തവണ NCPക്ക് സീറ്റ് വേണ്ടെന്ന് അവർ പറഞ്ഞു. വേണ്ട, അവിടെ CPI ചോദിച്ചിട്ടില്ല, സീറ്റ് ചോദിച്ചില്ല. പ്രതികരണത്തിന് NCPക്കാരെ തിരഞ്ഞെങ്കിലും അവരെ കണ്ടെത്താനായില്ല. സീറ്റ് ചോദിച്ചിട്ടില്ല എന്ന് പറയരുത് എന്ന തരത്തിലുള്ള എതിർപ്പേ CPIക്കും ഇക്കാര്യത്തിലുള്ളൂ. ചോദിച്ചിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ. ഞങ്ങൾക്ക് അവിടെ 2 ബ്രാഞ്ചുകളേ ഉള്ളൂ മുനിസിപ്പാലിറ്റിയിൽ. കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ LDFന് അധികാരം ലഭിച്ചത്. ഇത്തവണ UDFിലെ വിമതരുടെ ആധിക്യമാണ് CPMന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഒരിക്കലും നടക്കാത്തത് എന്ന് എതിരാളികളും ഘടകകക്ഷികളും പരിഹസിക്കുന്നുവെങ്കിലും CPM വെച്ചു പുലർത്തുന്ന ഒരു സ്വപ്നമുണ്ട്. ഘടകകക്ഷികളും അവരുടെ ശല്യവുമില്ലാത്ത ഒരു ഏകകക്ഷി ഭരണം. ഏറ്റവും കുറഞ്ഞത് പെരിന്തൽമണ്ണയിലെങ്കിലും അത് സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ സഖാക്കൾ. പെരിന്തൽമണ്ണയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ഡാറ്റസ് വേലായുധനൊപ്പം R. സുഭാഷ്, മീഡിയ 1.
സംസ്ഥാനത്ത് പുതുതായി രൂപീകരിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളിലൊന്നായ കൊട്ടാരക്കരയിൽ BJP കോൺഗ്രസ് സഖ്യമെന്ന് ആർ ബാലകൃഷ്ണപിള്ള. BJPക്ക് വേണ്ടി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നുണ്ടെന്നും ആർ ബാലകൃഷ്ണപിള്ള മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൊട്ടാരക്കരയിലെ നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് ബി വിഭാഗം LDFനൊപ്പം പോയതോടെ നായർ വോട്ടുകൾ പിടിച്ചു നിർത്താൻ കോൺഗ്രസ് BJPയെ കൂട്ടുപിടിച്ചതായി ആർ ബാലകൃഷ്ണപിള്ള ആരോപിക്കുന്നു. കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പ്രാദേശിക നേതാക്കൾ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതായും പിള്ള പറയുന്നു. പുതിയ നഗരസഭയായ കൊട്ടാരക്കരയിലെ 3 സീറ്റുകളിലെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ട് മൂലം BJP 2ാം സ്ഥാനത്തെത്തുമെന്നാണ് കേരള കോൺഗ്രസ് ബി കണക്കുകൂട്ടുന്നത്. 29 ഡിവിഷനുകളുള്ള കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ 8ഇടത്താണ് LDF പിന്തുണയോടെ പിള്ള വിഭാഗം മത്സരിക്കുന്നത്. ക്യാമറമാൻ അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം ശ്യാമർ ബാബു, മീഡിയ 1, കൊല്ലം. തൃശൂരിലെ പുതിയ നഗരസഭയായ വടക്കാഞ്ചേരിയിൽ ആദ്യ ഭരണം പിടിച്ചെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് LDFും UDFും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം LDFന് പ്രതീക്ഷ നൽകുമ്പോൾ നഗരസഭയിൽ ഉൾപ്പെടുത്തിയ പഞ്ചായത്തുകളിൽ ഭരണമുണ്ട് എന്നതാണ് UDFന്റെ പ്രതീക്ഷയ്ക്ക് പിന്നിൽ. വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് രൂപം നൽകിയത്. നഗരസഭയിൽ 41 ഡിവിഷനുകളാണുള്ളത്. നഗരസഭയിലും ഭരണം ഉറപ്പാക്കാനാണ് UDF ശ്രമം. ഞങ്ങൾ ഈ നഗരസഭയിൽ പ്രതീക്ഷിക്കുന്ന 31 സീറ്റാണ്. കാരണം അതിനുള്ളൊരു മുന്നേറ്റം ഞങ്ങൾ നടത്തി കഴിഞ്ഞു. എന്നാൽ വിമത പ്രശ്നവും ഗ്രൂപ്പ് പോരും UDFന് തലവേദനയാകുന്നുണ്ട്. വിമത പ്രശ്നം തങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് LDF കരുതുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ നേരിയ ഭൂരിപക്ഷവും LDFന് പ്രതീക്ഷ നൽകുന്നുണ്ട്. 33 സീറ്റ് നേടാമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. 33 വാർഡുകളിൽ ഇപ്പോ നല്ല ജയസാധ്യതകളാണ് ഉള്ളത്. BJPയും മത്സരരംഗത്ത് സജീവമായുണ്ട്. ഏതായാലും നഗരസഭയുടെ ആദ്യ ഭരണം പിടിച്ചെടുത്ത് ചരിത്രത്തിന്റെ ഭാഗമാകാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇരു മുന്നണികളും. വടക്കാഞ്ചേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രതീഷിനോടൊപ്പം അഞ്ജിത അശോക്, മീഡിയ 1. ഒഞ്ചിയത്ത് RMPക്ക് പരസ്യ പിന്തുണയുമായി UDFന് സ്ഥാനാർത്ഥികളില്ലാത്തിടത്ത് RMP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF പരസ്യമായി നോട്ടീസ് അടിച്ചിറക്കി. എന്നാൽ ഈ അവകാശവാദം തള്ളുകയാണ് RMP നേതാക്കൾ. ഒഞ്ചിയത്ത് RMPയുമായി കൂട്ടുകൂടുന്നതിൽ തെറ്റില്ലെന്ന് DCC പ്രസിഡന്റ് KC അബു പറഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി RMPക്ക് വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത്. ഒഞ്ചിയം പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വോട്ട് രേഖപ്പെടുത്തണമെന്ന തലക്കെട്ടുമായാണ് നോട്ടീസ് പ്രചരിക്കുന്നത്. CPMന്റെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ മറുപടി പറയാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ സാഹചര്യത്തിൽ ഒഞ്ചിയത്ത് CPMന്റെ പൂർണ്ണ പരാജയം ഉറപ്പുവരുത്താൻ കഴിയുന്ന തലത്തിൽ UDF മത്സരിക്കാത്ത വാർഡുകളിൽ ഗ്രാമ, ബ്ലോക്ക്, പഞ്ചായത്ത് ഡിവിഷനുകളിൽ പൂർണ്ണ പിന്തുണ RMPക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനാൽ RMPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും നോട്ടീസിലൂടെ UDF അഭ്യർത്ഥിക്കുന്നു. RMP ഭരിക്കുന്ന ഒഞ്ചിയത്ത് വികസന തുടർച്ച വേണമെന്ന ആവശ്യവുമായാണ് UDFന്റെ പ്രചാരണം. അതേസമയം UDFുമായി കൂട്ടുകെട്ടെന്നുള്ളത് തെറ്റായ ആരോപണമാണെന്ന് RMP സെക്രട്ടറി N വേണു പറഞ്ഞു. ഏറ്റവും വില കുറഞ്ഞ ആരോപണമാണ് ഒഞ്ചിയത്ത് UDFും RMPയുമായി ബന്ധം ഉണ്ട് എന്നത്. UDFോ CPIMോ എന്ന വ്യത്യാസമില്ലാതെ 10,000 ആളുകൾ RMPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം CPIM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ നിരസിപ്പിച്ചിരിക്കുകയാണ്. മീഡിയ 1, കോഴിക്കോട്. തിരുവനന്തപുരം ഇടവ പഞ്ചായത്തിൽ നിന്നും 5ാം തവണ മത്സരത്തിനൊരുങ്ങുകയാണ് അശോക് കുമാർ എന്ന സ്ഥാനാർത്ഥി. തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇദ്ദേഹം തന്റെ ജോലി കഴിഞ്ഞ് വോട്ട് പിടിക്കാൻ പോലും ഇറങ്ങാറുള്ളൂ. കഴിഞ്ഞ 4 തവണയും വിജയിച്ച അശോക് കുമാർ ഇക്കുറിയും വിജയം ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. വർക്കല ഇടവ പഞ്ചായത്തിൽ നിന്ന് 5ാം തവണ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് അശോക് കുമാർ. പഞ്ചായത്ത് ഭരണത്തിൽ താൻ 25 വർഷം തേക്കുമെന്നാണ് അശോക് കുമാർ പറയുന്നത്. ഞാൻ 4 പ്രാവശ്യവും മത്സരിച്ചത് എൻ്റെ ഇടവ ഗ്രാമപഞ്ചായത്തിലുള്ള രാഷ്ട്രീയ ജാതീയ അതീതമായിട്ട് എന്നെ ഈ ഇടവ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ 5ാം തവണയും നിൽക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടത്. എന്താ ഈ സ്ഥാനാർത്ഥി ഇങ്ങനെ തെങ്ങിൽ നിന്ന് സംസാരിക്കുന്നതെന്നല്ലേ? തെങ്ങുകയറ്റമാണ് അശോകേട്ടന്റെ ജോലി. തെരഞ്ഞെടുപ്പല്ല എന്തു തന്നെയായാലും രാവിലെ 10 മണിവരെ വേറെ ഒന്നിനും ഇറങ്ങില്ല. തന്റെ ജോലി കഴിഞ്ഞിട്ടേ വോട്ട് പിടിക്കാൻ പോലും ഇറങ്ങൂ. മെമ്പറായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജോലി കഴിഞ്ഞ് പഞ്ചായത്തിലെത്തൂ. കാലം കുറേയായി അശോകേട്ടന്റെ അധ്വാനശീലത്തെ നാട്ടുകാർക്കും നന്നായിട്ടറിയാം. കഴിഞ്ഞ 4 തവണ മത്സരിച്ചപ്പോഴും മിന്നുന്ന വിജയമാണ് സമ്മാനിച്ചത്. അങ്ങനെ 20 വർഷക്കാലം നാടിനെ സേവിച്ചു. താൻ ആദ്യമായി മത്സരിച്ച വാർഡിലാണ് ഇത്തവണ മത്സരിക്കുന്നതെന്ന സന്തോഷം കൂടി ഇദ്ദേഹത്തിനുണ്ട്. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം KB അരുൺ, മീഡിയ 1, തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളി ചീയമ്പത്ത് ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്ന ആദിവാസികളുടെ കുടിലുകളിലൂടെ നടത്തിയ യാത്രയിലേക്ക്. കഴിഞ്ഞ 4 വർഷമായി ഇവർ സമരം നടത്തുന്ന ആദിവാസികൾ തെരഞ്ഞെടുപ്പിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കാം. വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ
ആദിവാസി വിഭാഗത്തിലുള്ളവർ ഇപ്പോഴും ഭൂസമരത്തിലാണ്. ഇത് ചീയമ്പത്തെ ആദിവാസി ഭൂസമരം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇതുവരെയും ഒരു രാഷ്ട്രീയ നേതാവ് പോലും വോട്ടഭ്യർത്ഥിച്ച് എത്തിയിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അല്ലേ, എങ്ങനെയാ രാഷ്ട്രീയക്കാരുടെ നിലപാട്? അവർ ഇതുവരെയും വന്നില്ല. ഇനി അവരാരാ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ 4 കൊല്ലം ഇവിടെ ഈ കാട്ടി കിടക്കുന്നത്. ഇതുവരെ ഞങ്ങൾ ആരും വന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾക്ക് ആരും സ്ഥലം തരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കും. ആർക്ക് വോട്ട് ചെയ്യാനാണ് തീരുമാനം? അതിപ്പോ വന്ന് ആരാ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ പോകും, വോട്ട് ചെയ്യും, വരും. ഇലക്ഷൻ ആയാലും ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും പഞ്ചായത്തിനുള്ള ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഒന്നുമില്ല. വോട്ട് ചെയ്യുന്നുണ്ടോ? ആർക്കൊന്നും തീരുമാനിച്ചില്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ആദിവാസികളെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ശരിയാണെന്നാണ് ചീയമ്പത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. എന്നാലും ഇവർക്ക് പ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും ഒരു തുണ്ട് ഭൂമി സ്വന്തമായി ലഭിക്കുമെന്ന്. ക്യാമറ പേഴ്സൺ അനിലും ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്. സെൽഫിയിലേക്കാണ് ഇനി. നടനും എഴുത്തുകാരനുമായ BK ശ്രീരാമനാണ് സ്വന്തം പഞ്ചായത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ശ്രീ VK ശ്രീരാമനാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത്. ശ്രീരാമൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്തായിരിക്കണം? ഇതില് എന്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്നുള്ളത് ഞാനത് ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു സ്വകാര്യ സ്വപ്നം മാത്രമായിട്ട് മാറാനാണ് അത് സാധ്യത. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തകര് ഈ തദ്ദേശ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വന്ന് അവർക്ക് ഈ അവരുടെ ചുറ്റുപാടിനോടും അവര് ജീവിക്കുന്ന പ്രദേശത്തിനോടും അവിടുത്തെ ജനങ്ങളോടൊക്കെ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുക, അവർക്ക് വേണ്ടി എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കലാണ് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. ഇന്ന് ഏതാണ്ട് കുന്നംകുളം എന്ന് പറഞ്ഞാൽ ഒരു മോർച്ചറിയിൽ ഒരു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി ആവാൻ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ബോഡി പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 10, 20, 25 കൊല്ലം മുൻപൊക്കെ, 25 കൊല്ലം മുമ്പൊന്നും പോരാ തോന്നുന്നു, ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതുപോലെ 10, 20, 25 കൂടുതലായിരിക്കും വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു മുനിസിപ്പൽ ടൗൺ ഹാൾ. ആ ടൗൺ ഹാള് ഒരു 10 കൊല്ലമായി പൂട്ടിയിട്ടില്ല. അത് മെയിൻ്റനൻസ് ഇല്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് 1934 രൂപീകരിച്ച ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ കേന്ദ്രമാണ് കുന്നംകുളം. അപ്പൊ അത്രയും പാരമ്പര്യമുള്ള ഒരു നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത മനുഷ്യര് ജനപ്രതിനിധികളായിട്ട് വന്നിട്ട് ഭരണം നടത്തിയതിന്റെ ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് കാണിക്കാവുന്ന ഒരു സ്ഥലം. ഇതോട് പ്രധാനമായിട്ട് ഇതില് പ്രതിഫലിക്കുന്നത് ഈ ജനാധിപത്യം ദുർബലപ്പെട്ടു വരികയും ചില വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന തരത്തിൽ ഭരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തതിന് വകവരുത്തുക, അങ്ങനെ വരുന്ന അത് വളരെ മാരകവും ഭീതിദായകവുമായിട്ടുള്ള ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. അരി കിട്ടുന്നില്ല, മണ്ണെണ്ണ കിട്ടുന്നില്ല, പഞ്ചസാര കിട്ടുന്നില്ല എന്നുള്ള പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ അത്രമാത്രം നമ്മൾ ഒരു ആത്മാനുരാഗികളുടെ ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളുടെ ചില സൗകര്യങ്ങൾ സുഖമായിട്ട് ജീവിക്കുക, അതിന് എന്തെങ്കിലും വിഘാതം വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അല്ലാതെ വരാൻ പോകുന്ന വലിയ വിപത്തുകളെ പറ്റിയിട്ടൊന്നും ബേജാറാവാൻ നമുക്ക് സമയമില്ല. നമുക്ക് നമ്മൾ വേറെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. അവിടെ ആൾക്കാരൊക്കെ ഇപ്പൊ പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 2 ഹരിജൻ ബാലന്മാരെ ചുട്ടുകൊന്നു എന്ന് പറഞ്ഞ വാക്കുണ്ടാവും ചിലപ്പോഴൊക്കെ എന്ന് പറയുന്ന നേതാക്കന്മാരുടെ ഒരു രീതി തന്നെയാണ് നമുക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാവും, ബാധിച്ചിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അവരെ നേരിട്ട് ബാധിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതൊരു വലിയ ഒരു കലാപമൊക്കെ ആയിട്ട് രൂപപ്പെട്ടു വരുള്ളൂ. അതുവരെ ലോകത്ത് എന്ത് നടന്നാലും അത് നമ്മുടെ വിഷയം. കാരണം അടിയന്തരാവസ്ഥ ഏറ്റവും സുഖമായിട്ട് അനുഭവിച്ച ഒരു ജനതയാണ് ഈ മലയാളി. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
നാട്ടുവോട്ട് പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയത്ത് കാണാം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമസ്കാരം.